وهو أي الاستثناء استثناء بنحو إلا من നഫിയിൽ നിന്നുള്ള ഇസ്തിസ്നാ ഇസ്ബാത്ത്. നഫിയിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്താൽ ഇത് കിട്ടും ഇസ്ബാത്ത്. വഅക്സുഹു ഇതിന്റെ അക്സും ഐ മിനൽ ഇസ്ബാത്തി നഫിയുൻ, ഇസ്ബാത്തിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്താൽ ഇസ്തിസ്നാന്റെ ശേഷമുള്ളത് എന്തായി വരും? നഫിയായി വരും. ഖിലാഫൻ ലി അബീ ഹനീഫത റഹിമഹുല്ലാഹ് ഫീഹിമാ. വസയത്തി പിന്നീട് വരുന്നുണ്ട് 169 ഈലായിന്റെ ബാബിൽ ഖായിദത്തുൻ മുഹിമ്മത്തുൻ, പ്രധാനപ്പെട്ട ഒരു നിയമം. ഈ നഹവി അതെന്താ മസല? ലാ അതൗകി സന ഇല്ലാ മറ, ഒരു കൊല്ലത്തിൽ ഒരു മറത്തല്ലാതെ സംയോഗം ചെയ്യൂല. ലാ അതൗകി സനത്തൻ ഇല്ലാ മറ, ആ സത്യം എങ്ങനെയാ വായന വെക്കേണ്ടത്? ലാ അതൗകി സനത്തൻ ഇല്ലാ മറ. വലാ അഷ്കൂഹു, അവനെ പറ്റി പരാതിപ്പെടൂല. ഇല്ലാ മിൻ ഹാകിമി ശർഈ, കൊള്ളാവുന്ന ഹാക്കിമിനോടല്ലാണ്ട് ഞാൻ പരാതി പറയൂല. വലാ അബീതു ഇല്ലാ ലൈല, ഈ 3 സ്ഥലത്തും അവിടെ സമർത്ഥിച്ചത് അദമുൽ വുഖൂഇ, എന്താ? സത്യത്തിൽ പിഴക്കുന്നതല്ല. സത്യത്തിൽ പിഴക്കൂല പോലും. എപ്പം പിഴക്കൂല? ഇതേ സംയോഗം ചെയ്യാതിരുന്ന ഉണ്ടാവൂല. അദമുൽ വുഖൂഇ, തീരെ സംയോഗം ചെയ്തിട്ടില്ല, തീരെ പരാതി കൊടുത്തിട്ടില്ല, തീരെ മബീത്താക്കിയിട്ടില്ല, എന്നാൽ ഒന്നും വരാനില്ല എന്ന് അവിടെ തെളിയിച്ചിട്ടുണ്ട്. ലാ തൗകി സനത്തൻ ഇല്ലാ മറ. എന്താ ഇസ്തിസ്നാന്റെ കടപ്പ് നോക്ക്. ഒരു കൊല്ലത്തിന്റെ ഇടയിൽ ഒരു മറത്തിലുപരി ഞാൻ എന്താക്കൂല. വലാ അഷ്കൂഹു, ഇന്നാളെ പറ്റി ഞാൻ കേസ് കൊടുക്കൂല നീതിമാനായ ഹാക്കിമിലേക്കല്ലാതെ. വലാ അബീതു ഇല്ലാ ലൈല, ഈ 3 സ്ഥലത്തും അവൻ ലംഘനം കാട്ടിയാൽ ഒന്നും വരാനില്ല പോലും. ഇങ്ങനെ ലംഘനം കാട്ടിയത് തീരെ സംയോഗം ചെയ്തതേ ഇല്ല, ഒരു കൊല്ലം പൂർത്തിയായി പോലും. തീരെ പരാതി കൊടുത്തതേ ഇല്ല, തീരെ ഒരു രാത്രി പോലും താമസിച്ചതേ ഇല്ല. അവിടെ ഒരു പ്രശ്നവും വരാനില്ല പോലും. എന്തേ? അവൻ സത്യം ചെയ്ത് പറഞ്ഞ ആ മഹല്ല നോക്കേണ്ടത്. ലാ അതൗകി സനത്തൻ ഇല്ലാ മറ, അതാണ് പോലും ബാക്കി. അദമുൽ വുഖൂഇ എന്ന് പറഞ്ഞാൽ തീരെ സംയോഗം നിർത്തിവെച്ചാൽ. അപ്പൊ എന്താണ്? അങ്ങനെ എല്ലായിടത്തും കിട്ടൂല, ഇവിടെ കിട്ടൂല. ഇവിടെ പൊരുൾ വ്യത്യാസം ഉണ്ട് പോലും. നഫിയിൽ നിന്ന് ഇസ്തിസ്നാ ഇസ്ബാത്ത് വേണ്ടേ? അതില്ല. ഇവിടെ മായന വെച്ച് നോക്കുമ്പോൾ മായന വ്യത്യാസം ഉണ്ട് പോലും. അങ്ങനത്തെ സ്ഥലം സൂക്ഷിക്കണം എന്നാ പറയും. ലംഘനം കാട്ടിയാലും കാട്ടിലാവൂല. അദമുൽ വുഖൂഇ ഇല്ല പോലും. തീരെ സംയോഗം ചെയ്തില്ല എന്നാ ഒന്നും വരാനില്ല. പരാതി കൊടുത്തതേ ഇല്ല, രാത്രി മബീത്താക്കിയതേ ഇല്ല. കാരണം ലാ തൗകി സനത്തൻ ഇല്ലാ മറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അർത്ഥം വെച്ച് നോക്കിയാൽ വേണ്ടത്. ഒരു ഇസ്തിസ്നാന്ന് പറഞ്ഞിട്ട് എടുത്താൽ പോരാ. സംയോഗം ഒന്നിലുപരി ഉണ്ടാവുന്നതല്ല, അതുകൊണ്ട് ഒന്ന് ചെയ്യുന്ന അർത്ഥം ഉണ്ടാവും. പിന്നെ അപ്പൊ എന്താ അർത്ഥം?
ഇസ്തിസ്നാന്റെ പൊരുൾ വ്യത്യാസമുണ്ട്. അവൻ പിഴച്ചവനാവൂല ബിതർക്കിൽ വത്തി അസ്ലൻ, ബിതർക്കിൽ ശികായത്തി അസ്ലൻ, ബിതർക്കിൽ മബീത്തി അസ്ലൻ. കാരണം ഒന്നാമത്തെ ജുംലയിൽ ഒരു മറത്ത് സംയോഗം ചെയ്യാൻ അവൻ ഏറ്റെടുത്തിട്ടില്ല പോലും. പിന്നെ അവിടെ ഇസ്തിസ്ന കളിക്കുന്നത് മൻഉൽ മുഖദ്ദർ, എൻ്റെ ശരീരത്തെ ഞാൻ തടഞ്ഞു വെക്കും സംയോഗം ചെയ്യുന്ന തൊട്ട് ഇല്ലാ മറത്തൻ, ഒരു മറത്തൊഴികെയെന്ന. ആ ഒരു മറത്ത് ഞാൻ തടഞ്ഞു വെക്കേണ്ടതില്ല, വേണമെങ്കിൽ എനിക്ക് എന്താക്കാം ആക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യാം എന്നല്ല അവിടുത്തെ നിർച്ച, ഒന്നിലുപരി ചെയ്യൂല എന്നാണ്. എന്താണ് അപ്പൊ അവിടെ പരിഭാഷ വരുന്നത് അംനഉ നഫ്സി, എൻ്റെ ശരീരത്തെ ഞാൻ തടഞ്ഞു നിർത്തി, മിൻ ബതീഖി ഇല്ലാ മറത്തുൻ വാഹിദ, ഫലാ അംനഉ നഫ്സി മിൻ മറത്തിൻ വാഹിദ. എന്ന് പറഞ്ഞാൽ ചെയ്യുമെന്ന് കിട്ടുന്നുണ്ടാ. അതുപോലെ കേസ് കൊടുത്തിട്ടില്ല, കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ കൊടുക്കുള്ളൂ, ഹാക്കിമിന് ചെറൈനെ കൊടുക്കുള്ളൂ, സാധാരണക്കാർക്ക് കേസ് കൊടുക്കൂല. അല്ലാണ്ട് ഈ ഉള്ളത് കൊടുക്കുമെന്നാണോ? പിന്നെ അതുപോലെ എല്ലാ വീട്ടും ഇല്ലാതെയില്ല അടുത്ത. അപ്പൊ അവിടുത്തെ ഇസ്തിസ്ന കണ്ടിട്ട് ഒരു ലൈലത്ത് ഏതായാലും മബീത്താക്കണം എന്ന് തോന്നിപ്പോണ്ടാന്ന്. ഒന്നിനുപരി മബീത്താക്കൂല എന്നാവൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ലൈലത്ത് മബീത്താക്കി കൊള്ളണം എന്നുണ്ടോ? ഇത് ചിന്തിച്ച് മനസ്സിലാക്കുക. ഫൈനഹു ദഖീഖുൻ മുഹിമ്മുൻ വമിൻഹു, ഈ നിയമത്തിൽപ്പെട്ടതാണ് ഇതുപോലത്തെ വേറെ മോഡൽ. ഇല്ലം യകുൻ ഫിൽ കീസി ഇല്ലാ ശർതു ദറാഹിമ, സഞ്ചിയിൽ ഇല്ലെങ്കിൽ 10 ദിർഹമല്ലാതെ ഇല്ലെങ്കിൽ ഇല്ലം യകുൻ, ഇല്ലെങ്കിൽ ഫിൽ കീസി, ഒരു ബാഗിൽ 10 ദിർഹമല്ലാതെ ഇല്ല താലിക്കും. നോക്കുമ്പോഴേക്ക് ഫലം യകുൻ ഫീഹി ചെയ്യും. എന്നാലും എന്താ ഇല്ലം യകുൻ ഫിൽ കീസി ഇല്ലാ ശറതു ദറാഹിം. അപ്പൊ തലാഖാകണ്ടെങ്കിൽ എന്ത് വേണം? അശറത്ത് ദറാഹിം അവിടെ വേണം, അശറത്ത് ദറാഹിം അവിടെ വേണം. അതുണ്ടാ അതുണ്ടാ ഫലം യകുൻ ഫീഹി ചെയ്യും. എന്താ അതുകൊണ്ട് ഇന്നലെ കിട്ടില്ല. പലാത്തത്തിലെക്കും ലാ അഫലുഹു ഇല്ലാ ഇൻ ജാ വലദി മിൻ സഫരിഹി പറഞ്ഞു. ഞാൻ ഇന്ന കാര്യം ചെയ്യൂല എൻ്റെ മകൻ സഫറിൽ നിന്ന് വന്നാലല്ലാതെ. ഫമാത വലദുഹു ഖബല മജീ സുമ്മ ഫഅലഹു, അവിടെ തറദ്ദുദുണ്ട്, പിഴക്കൂലേ. ഒരു മകനെ ചൂണ്ടിയിട്ട് പറഞ്ഞിന് ഓ നാട്ടിൽ നിന്ന് അല്ല അവിടെ നിന്ന് ഇവിടെ എത്തിയാലാണ് ഞാൻ ഇന്ന കാര്യം ചെയ്യരുത്. നോക്കുമ്പോൾ മരിച്ച് ഇവൻ ചെയ്യുകയും ചെയ്തു, കുറ്റവാളിയാവുകയില്ലേ? ലാ അഫ്അലുഹു എന്താണ് ഇല്ലാ ഇൻ ജാഅ വലദി മിൻ സഫരിഹി ഫമാത വലദുഹു സുമ്മ ഫഅലഹു, അവിടെ തറദ്ദുദുണ്ട്. ഉത്തരം പറയാൻ സാധിക്കുന്നില്ല പോലും. എന്താ വസയത്തി ഫീ തിൽക്കൽ ഖായിദ, ആ നിയമത്തിൽ വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ നിയമം ഉണ്ടല്ലോ, ആ നിയമത്തിൽ എന്താ പറയും? 169 അന്നസാബിത വഅദൽ ഇസ്തിസ്നാ ഹുവ നഖീദുൽ മൽഫൂദ് ബിഹി ഖബ്ലഹു, മുമ്പ് പറഞ്ഞതിന്റെ നേരെ മാറ്റമാണ് എന്നാ നിയമം. വല്ലദീ ഖബ്ലഹു ഹുന, ഇവിടെ മുമ്പ് പറഞ്ഞത് അൽ-ഇംതിനാ മുത്ലഖൻ, മരിക്കലും മരിക്കാണ്ടിരിക്കലും നോക്കിയിട്ടല്ല, ഓനെത്താണ്ട് ചെയ്യൂല എന്നാണ്. വനഖീദുഹു, അതിന്റെ നഖീദ് എന്താ വേണ്ടത്? വലത് വന്ന ശേഷം തഖീദ്, ചെയ്യുന്നെങ്കിൽ ചെയ്യാ, ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട.
വലുത് വന്ന ശേഷം ഫൈദന്തഫാ മജിയുഹു ബഖിയൽ ഇംതിനാഉ അലാ ഹാലി. എന്താവും? ചെയ്യാനേ പാടില്ല. കാരണം ഇംതിനാ മുത്തലഖ് നേരത്തെ പാസ്സാക്കിയല്ലോ. ഇത് ചെയ്യണ്ടിക്കും ചെയ്യാതിരിക്കണ്ടിക്കും ഓൻ വരണം. വരുന്നുണ്ടോ? അപ്പോൾ എന്ത് വരും? വഖളിയതുഹു ഇൻഫുഹു ബിഫീലിഹി ബഅദ മൗതിഹി മുത്തലഖൻ. ഇൻഫുഹു ബിഫീലിഹി ബഅദ മൗതിഹി മുത്തലഖൻ എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ ഇഫ്താഹിൽ കൈതിട്ടിട്ടുണ്ട്. ഇന്നലിമ ഇൻകാന അയലമ വലദഹു ബിൽ യമീൻ എന്നിട്ടാണ് മരിച്ചതെങ്കിൽ ആ കൈതൊന്നും ആവശ്യമില്ല. ഇവിടെ എന്താ കത്ത്? മുത്തലഖൻ താഴെ പറയുന്ന കൈദിലേക്ക് ആവശ്യമില്ല. എന്നാൽ ഇതേ മസലയിൽ എന്നെ കൈത് കൂട്ടിയിട്ട് സംസാരിച്ചവരുണ്ട്. നിന്റെ പേരിൽ നിന്റെ വരവുമായി ബന്ധിപ്പിച്ച് ഞാനൊരു സംഗതി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നീ വരാനാ കാത്തിരിക്കുന്നത് എന്ന് അറിയിച്ചു. മാത്ത കവല നമുക്ക് നീ മിനൽ മജീ ലഭ്യക്കാൾ ചെയ്താലും അവനെ ഉണർത്തിന് പോലും വരാൻ പറ്റുമ്പോൾ നീ വരുമല്ലോ. വന്നു കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ ഫീലിനെ ആക്ഷൻ എടുക്കേണ്ടത്. ഓനിക്ക് വിവരം കൊടുത്ത് എന്നിട്ടും ഓനിക്ക് വരാൻ പറ്റിയില്ല. എന്നാലും എന്ന് കൈത് കൂട്ടി സംസാരിച്ചത് ഇപ്പൊ വഴിയും ചിത്തൻ വല്ലാപത്തികരവും അല്ല. ഇൻസൂബി ഫീലി വേദമുത്തിരി മുത്തലക്കരാകട്ടെ. ഇതെങ്ങനെയും കിട്ടോ? പലവുകാല സലാസൻ ഇല്ലാ സിന്തൈനി ഇല്ലാ തൽക്ക. എത്ര തലാക്കായി? സലാസൻ ഇല്ലാ സിന്തൈനി ഇല്ലാ തൽക്ക. എന്നാ 2 തലാഖുണ്ട് എന്നാ. മയനെങ്ങനെ വെക്കണം? സലാസയ്യക്കായിന 3 തലാഖായി. ഇല്ലാ സിന്തൈനി ലായക്കാനി. എങ്ങനെയുള്ള 2 ഒഴികെ? ആ 2ൽ നിന്ന് 1 ഒഴികെയുണ്ട്. അപ്പൊ എത്രയെ കുറക്കണ്ടു? 3 തലാഖാണ് നിനക്കുള്ളത്, 2 ഒഴികെ. എങ്ങനെയുള്ള 2? 1 ഒഴികെയുള്ള 2. അപ്പൊ എത്രയെ കുറക്കണ്ടി? തർത്തീപിക്കും. 3 നിനക്കുള്ളത്, 2 ഒഴികെ. എങ്ങനെയുള്ള 2 ഒഴികെ? 1 ഒഴികെയുള്ള 2. അപ്പൊ എന്താ? 1 അന്തിതാലിക്കും സലാസൻ ഇല്ലാ സലാസൻ ഇല്ലാ സിന്തൈനി. അടയോ? സലാസൻ ഇല്ലാ സലാസൻ ഇല്ലാ സിന്തൈനി. ഇപ്പൊ സിന്താൻ അങ്ങനെ ഉണ്ടാകുന്നു. സലാസൻ ഇല്ലാ സലാസൻ ഇല്ലാ സിന്തൈനി. 3ൽ നിന്ന് 3 ഒഴികെ. ഇങ്ങനെയുള്ള 3, 2 ഇല്ലാത്ത 3. എത്ര? 3 ഉള്ളത്. 3 ഒഴികെ. ഇങ്ങനെയുള്ള 3, 2 ഒഴികെയുള്ള 3. എത്ര കുറക്കണ്ടുള്ളൂ? 2. എന്നഹു ലമ്മ അക്കബൽ മുസ്തഖനിക ബിഗൈരിഹി സലാസൻ ഇല്ലാ സലാസൻ എന്നതിന്റെ ശേഷം ഗൈർ കൊണ്ട് അടുപ്പിച്ചു. അപ്പൊ ഖറജാനിൽ ഇസ്തിഗ്റാഖ്. സലാസൻ ഇല്ലാ സലാസനാണെങ്കിൽ ഇസ്തിഗ്റാഖ് വന്നു. ഇസ്തിഗ്റാഖ് ഇല്ലാതെ രക്ഷപ്പെട്ടു. ഇവിടെ എന്തുകൊണ്ട്? എങ്ങനെയുള്ള സലാസ് 2 ഒഴികെയായിരുന്നു. അപ്പൊ ഇസ്തിഗ്റാഖിലേക്ക് എത്തുന്നതിനെ തൊട്ട് കാവലായി. അല്ലെങ്കിൽ 1 ആകണ്ടു. സലാസൻ ഇല്ലാ സലാസൻ എന്ന് പറയുമ്പോൾ ഇസ്തിഗ്റാഖായി. ഇല്ലാ സിന്തൈനി 2 കുറച്ച്. അപ്പൊ 1 ആകേണ്ടത്. ഇവിടെ ഇസ്തിഗ്റാഖ് ആവുന്നതിനെ തൊട്ട് കാവൽ കിട്ടിപ്പോയി. എന്താണ്? ഇസ്തിഗ്റാഖിനെ തൊട്ട് മറവീണ്. കായികത്തിൽ മസ്കൂറ നഫിയിൽ നിന്നുള്ള ഇസ്തിസ്ന ഇസ്ബാത്താണ്, ഇസ്ബാത്തിൽ നിന്നുള്ളത് നഫിയാണ്. അപ്പൊ 3ൽ നിന്ന് 2 ആദ്യം കുറക്ക്, എന്നിട്ട് കുറക്ക്.
ഐ സലാസൻ തഖഉ. എങ്ങനെയാ വായന? ഇല്ലാ സലാസൻ. എങ്ങനെയുള്ള മൂന്ന്? രണ്ട് ഇല്ലാത്ത മൂന്ന്. എന്താ? മൂന്ന് യക്കാനി. ഒരു ശീല അങ്ങനെയല്ല. സലാസുൻ എത്രണ്ടായി? കാരണം ഇസ്തിഗ്റാഖ് വന്നാൽ ലഘുവായില്ലേ, അപ്പൊ അതിന്റെ ശേഷമുള്ളത് ലഘുവ്. ഇനിയുള്ള ഒരു സ്ഥിതി സ്വീകരിക്കൂല, പോലും എല്ലാം പോയി. എത്ര? ഇസ്തിഗ്റാഖ് വന്നാൽ ഇസ്തിഗ്റാഖും ഇതിന്റെ പിറകെ ഉള്ളതെല്ലാം പോകും. എന്താവും? ബഖിയ തൽഖ ഇൽഗാൻ ലിൽ മുസ്തഗ്രിഖി വഹദഹു. ഇസ്തിഗ്റാഖിന്റെ അടുത്ത് ഇല്ലാ സലാസ ഒഴിവാക്ക്. ആ ഇല്ലാതിന്റെ ഇനി നിലനിർത്ത്. എന്താവും? അന്തിദാലിക്കും ഖംസൻ ഇല്ലാ സലാസം പറഞ്ഞാലോ? ഖംസൻ ഇല്ലാ സലാസൻ എത്ര? അത് വെറും എണ്ണം നോക്കിയിട്ട് എന്താ നോക്കണ്ടി? എണ്ണം മാത്രം നോക്ക്. എങ്ങനെയാണ്? എണ്ണത്തിന് എണ്ണം കുറിച്ചോ? എന്തായി? ലഫ്ളിന്റെ നിയമം തന്നെ പാലിക്കും. എന്താവും? ലഫ്ളിന്റെ നിയമം തന്നെ പാലിച്ചോളിന്ന്. എന്താ കത്ത്? ആ എന്താ വേണ്ടി? അഞ്ചിൽ നിന്ന് മൂന്ന് പോട്ടെ നിശ്ചിതന. ആ ഒരു ശീല പറയുന്നല്ല, മൂന്നെന്നെ സംഭവിക്കും. ഇവിടെ ഹക്കീക്കത്തിലുള്ളതാ നോക്കല്. അഞ്ച് എന്ന് പറഞ്ഞാൽ മൂന്നല്ലേ? മൂന്ന് ചൊല്ലി മൂന്നൊഴികെ ഇസ്തിഗ്റാഖ് വന്നില്ലേ? എന്താവും? ഇസ്തിസ്ന 10 എന്താവും? മംലൂക്കി. 5 എന്ന് പറഞ്ഞത് എന്തിനു നോക്കുന്നു? 5 എന്ന് പറയുന്ന ആളെ വാക്കാ നോക്കല്. എന്താവും? മുസ്തഗ്രിഖൻ. ഇസ്തിഗ്റാഖ് വന്നാൽ ഇസ്തിസ്നാക്ക് വിലയില്ലാണ്ടാവും. എത്രയാവും? 3. അന്തിദാലിക്കും സലാസൻ ഇല്ലാ നിസ്ബതൽക പറഞ്ഞാലോ? തലാഖിട്ട് 3, പക്ഷെ അര കുറക്കണം പോലെ. അപ്പൊ 2.5. വലാ നിയ്യത്തിലോ പ്രത്യേക നിയ്യത്തും ഇല്ല. അലാമാ ഫിൽ ഇസ്തിഖ്സാൽ. ഖഫാലി ഇമാമിന്റെ ഭാഗം പറഞ്ഞത് പ്രകാരം 3 തന്നെ ബാക്കി. തക്മീലൻ ലിനിസ്ബിൽ ബാക്കി ഫിൽ മുസ്തസ്നാ മിൻഹു. ബാക്കിയുള്ളതിനെ ഫില്ലാക്കി കൊടുക്കേണ്ടത്. മുസ്തസ്നാ മിൻഹുല ഫില്ലാക്കേണ്ടത്, മുസ്തസ്നയിലല്ല ഫില്ലാക്കേണ്ടത്. അരയെ ഒന്നാക്കി പിടിച്ചിട്ട് ഇസ്തിസ്ന ചെയ്യലല്ല, ഇസ്തിസ്ന ചെയ്ത ശേഷം ഫില്ലാക്ക്. എങ്ങനെ? 2.5 എന്നുള്ളത് പിന്നെ എങ്ങനെയല്ല? അര കുറക്കാൻ പറഞ്ഞിട്ട് 1 ഓർക്കും. അര എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ കുറക്കുമ്പോ 1 തന്നെ വേണ്ടേ? അങ്ങനെ കൊടുത്താൽ 2 അങ്ങനെ ഉണ്ടാ അച്ചെടുക്കൂല. തക്മീല് വേണ്ടത് ഇന്നമായ കുരുബിൽ സംഭവിക്കുന്ന ഭാഗത്തിലേക്കാണ് എന്ത് വേണ്ടത്? അല്ലാണ്ട് അവിടെ എല്ലാം കുറക്കാൻ പറഞ്ഞെടുത്ത് പറഞ്ഞതിനേക്കാണ് അധികം കുറക്കല. അങ്ങനെ ഒരു തക്മീലുണ്ടോ? പിന്നെ അപ്പൊ ഇവിടെ 2.5 സംഭവിച്ച് കാണുന്നു. 2.5 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചിരിക്ക. എന്താവും? അല്ലാണ്ട് ഇവിടെ ബുദ്ധി മാറിപ്പോറുന്നാ പറയുന്നത്. ഇങ്ങനെ അര കുറക്കാൻ പറഞ്ഞില്ലേ? അര കുറക്കാൻ പറഞ്ഞ അരയുണ്ടാ കുറക്കല്, ഒന്നല്ലേ കുറക്കല്. ഇങ്ങനെ ഉണ്ടാ? ഈ മസാല 58-ാം പേജിൽ നമ്മൾ പറഞ്ഞു തീർത്തതാണ്. 58 ഈ മസാല 58-ലുണ്ട് ഇല്ലേ? പൈകാല ഇല്ലാ നിസ്ബ എന്ന് പറഞ്ഞെങ്കിലോ? ഇല്ലാ നിസ്ബ തൽക്കത്തി എന്ന് പറഞ്ഞോണ്ടല്ലോ ഇവിടെ. ഇല്ലാ നിസ്ബ ഇല്ല നിസ്ബൻ
ഏതെങ്കിലും ഒരു നിസ്പൊഴികയാണ്. നിസ്ബ തൽക്കത്തിന്നില്ല. എന്നാൽ റുജിയ ഫൈൻ അറാദ നിസ്ബ തൽക്കത്തിന്നാ പറഞ്ഞെങ്കിൽ അവ നിസ്ബ തലാസീന്നാ പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഒന്നും കൊണ്ടുന്നില്ലെങ്കിൽ രണ്ടിൻ്റെ വരെ നിർത്തണം. ആകെ ഉള്ളതിൻ്റെ പകുതി നടത്തം. എന്താവും കമാ മറ അബ്ബലൽ ഫസ്ലില്ലത് കബുല ഹാദാ 48 ഇത് കണക്ക് കഴിച്ച് പറഞ്ഞു. 48 വെച്ച് അല്ലേ? ഒരു കാലം അന്തി താലിഖുൻ ഇൻ അല്ലെങ്കിൽ ഇതാ മത അല്ല വേണ്ടി വെച്ചെങ്കിൽ മാത്രം, അല്ല വ്യക്തപ്പെട്ടെങ്കിൽ. എന്നാൽ അത് അഹബ അവ ഇഖ്താറ അവ അന്തി താലിഖും മസിയത്തിഹി അന്തി താലിഖുൻ ഇല്ലം യസയില്ല അവിടെ താലീഖ് കരുതി ഫറാഖുൽ യമീനിന് മുമ്പ് നേരത്തെ പ്ലാനിട്ട് ഫസ്ൽ നിന്നിട്ടുമില്ല, കേൾപ്പിച്ചിട്ടുമുണ്ട്. കേൾപ്പിക്കണല്ല കമാമറ ഇതെല്ലാം ഈ നിയമങ്ങളെല്ലാം 61, 62, 63 എല്ലാം പാലിച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമ്പിയക്കാൻ എന്താ ഇവിടെ അള്ളാഹിനോട് ചോദിക്കേണ്ടി വരുന്നുണ്ടല്ല. ഇത് സ്വതന്ത്രമാക്കുന്നില്ലല്ല, നമുക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലല്ല. അമ്മാഫിൽ അബ്ബൻ എന്താണ് ഇവിടെ കേസ്? ഫനിൽ ഖബരി സ്വഹീഹി മൻ അലഫ ഒരാൾ സത്യം ചെയ്തു സുമ്മഖാല ഇൻഷാ അല്ലാഹ് എന്നാൽ അത് ഇസ്തിസ്നിയായി തലാഖില്ല. കാരണം അള്ളാഹിനോട് ചോദിക്കാൻ കഴിയാത്തത് കൊണ്ട്. ഇബ്നു ഹിബ്ബാൻ, ഹക്കീം, അബൂ ദാവൂദ്, തിർമിദി, നസായി, ഇബ്നു ഉമർ തങ്ങളെ തൊട്ട് വന്നതാണ്. ഇൻഷാ അല്ലാഹ് ചേർത്താൽ ഇതുവരെ പറഞ്ഞതെല്ലാം പോയി. എന്തായി? വഹുവ ആമുൻ ലിത്തലാഖി വഗൈരിഹി. എല്ലാ വിഷയത്തിലും അങ്ങനെയല്ലേ? മറ്റേന് തെളിവ് ഖബറിലെ അബീ മൂസ ഇസ്ഫഹാനി മൻ അതഖ ഔ തലഖ അങ്ങനെ ഇസ്തിസ്നാ ചെയ്താൽ ഫലഹു ദുനിയാഹു ഇസ്തിസ്നാവിന് ഫലപ്പെടും. പറഞ്ഞാൽ മൻ അതഖ ഔ തലഖ അവിടെ ഇൻഷാ അല്ലാഹ് ചേർത്തിട്ട് ഓനെ കഴിച്ചലാക്കിയാൽ അവർക്ക് കഴിച്ചലാവാം. സുന്യ ഉണ്ട്. സുന്യ ഇസ്തിസ്ന അവർക്ക് ഉപകാരപ്പെട്ടു ഉണ്ടാവും. ഇത്തക്ക് ചൊല്ലി തലാഖ് ചൊല്ലി അന്നേരം ഇൻഷാ അല്ലാഹ് പറഞ്ഞു. എന്നാല് അപ്പൊ എന്തായാലും ഇത്തക്കാവൂല, തലാഖാവൂല, ഒന്നും ആവൂല. ഓന് ഇസ്തിസ്നാക്ക് വരണ്ട് വല്ലലഹു. ആ ഇസ്തിസ്നാക്ക് വരണ്ട് എന്നതിന് കാരണം പറഞ്ഞു അസ്ഹാബുൽ മുതകല്ലിമൂൻ. അസ്ഹാബുൽ മുതകല്ലിമൂൻ മുതകല്ലിമീങ്ങളായ അസ്ഹാബ്. മുതകല്ലിമൂൻ എന്ന് പറഞ്ഞാൽ അഖീദ ഇമാമിങ്ങൾ. ബിഅന്നഹു ഇൻഷാ അല്ലാഹ് എന്ന ഇസ്തിസ്നാ യഖ്തദി മസിയതൻ ജദീദതൻ. എന്താണ് അള്ളാന്റെ മസിയത്ത് ഖദീമുമാണ്. അപ്പൊ ഏറ്റുമുട്ടിയില്ലേ? അപ്പം അതെ സെയ്ദിന്റെ മസിയത്തിനോട് ഒന്നിപ്പിച്ച പോലെയായി എന്ന് പറ്റോ? സംഭവിക്കണമെന്ന് പണ്ടേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മള് സെയ്ദിന്റെ മസിയത്തിനോട് ഒന്നിപ്പിച്ച് അത് പറ്റുന്നുണ്ടോ? അള്ളാന്റെ മസിയത്ത് ഖദീമാണ്, ഇവന്റെ ജദീദാണ്. അപ്പൊ ഏതുപോലെയായി? ഒരാൾ തന്റെ തലാഖിനെ ബന്ധിപ്പിച്ചു സെയ്ദിന്റെ വശീയത്തിനോട്. നമ്മളൊക്കെ സെയ്ദ് എത്രയോ കൊല്ലം മുമ്പ് തന്നെ തലാഖ് പോകണമെന്ന് തീരുമാനിച്ചാണ്. ഭാവിയിൽ വരാനുള്ള വശീയത്തല്ല അത്. പറ്റോ? കാരണം പറഞ്ഞു അതൊന്നും ശരിയായ കാരണമല്ല. അള്ളാഹിനോട് നമുക്ക് അക്കൗണ്ട് നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ തലാഖായിനോ ഇല്ലയോ എന്ന് അറിയില്ലോ. അള്ളാഹ് വേണ്ടത് വെക്കണമെന്നല്ലേ പറയുന്നു. അള്ളാഹിനോട് എങ്ങനെ ചോദിച്ചാൽ മതി? പറയാൻ മാർഗമില്ലാത്തതുകൊണ്ട് മുബഹമാണ്, മുഹാലിലേക്ക് എത്തി. അള്ളാഹ് വേണ്ടത് വെച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വേണ്ടത് വെച്ചിട്ടില്ല എന്നല്ല പറയണ്ടേ? അതിന് വഴിയുണ്ടോ? അതാ ശരിയായില്ല. അത് തന്നെ നിക്കായും പറഞ്ഞത്. ഞാൻ കെട്ടിച്ചു തന്നു അള്ളാഹ് വേണ്ടത് വെച്ചെങ്കിൽ. അള്ളാഹ് വേണ്ടത് വെച്ചനോ ഇല്ല നമ്മങ്ങനെ അറിഞ്ഞത്.
ഈ രണ്ടില്ലത്ത് കൊണ്ട് വ്യത്യാസം പറയാം. അതാ ഈ പറഞ്ഞ ജുംല മുഴുവനും സഹിയാണ്. അള്ളാന്റെ മശിയത്ത് കൊണ്ട് താരീഖാക്കിയാൽ അവിടെ തലാഖില്ല എന്ന മസാല ശരിയല്ലേ? ദൂനൽ മുസ്തഗ്രിഖി വബിഹി യുഫ്റഖു ബൈന സിഹത്തി ഹാദാ. വബിഹി എന്ന് പറഞ്ഞാൽ രണ്ടില്ലത്ത് കൊണ്ട് യുഫ്റഖു ബൈന സിഹത്തി ഹാദാ. അള്ളാന്റെ മശിയത്ത് കൊണ്ട് താരീഖാക്കുന്നതിൻ്റെ മുസ്തഗ്രിഖിനെ കൂടാതെ. എന്താ മുസ്തഗ്രിഖിന്റെ അടുത്ത് എന്താ ഇസ്തിസ്ന തന്നെ ഇല്ലാണ്ടായി. അള്ളാഹിന്റെ മശിയത്തിനോട് ബന്ധിപ്പിച്ചാൽ മശിയത്ത് ബന്ധിപ്പിച്ചതായിട്ട് കൂട്ടുന്നല്ലോ. ഇസ്തിഗ്റാഖിന്റെ അടുത്ത് എന്താ ഇസ്തിസ്ന പറയാത്തതുപോലെയായിട്ട്. 3 തലാഖ് ചൊല്ലി 3 ഒഴിയാൻ അവിടെ എന്ത് മുസ്തഗ്രിഖിനെ കൂടാതെ മുസ്തഗ്രിഖിന്റെ അടുത്ത് ഇസ്തിസ്ന വലപ്പോകുന്നുണ്ടാ. അള്ളാഹിന്റെ മശിയത്തിനോട് ബന്ധിപ്പിച്ചാലോ അന്നേരം അവിടെ ഇവിടെ ഫലപ്പെടുന്നു, ആളെ ഫലപ്പെടുന്നില്ല. അന്തിത്താലിഖുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ്ക്ക് വിലയില്ലേ? അപ്പൊ തലാഖില്ല. എന്നാ 3 തലാഖ് ചൊല്ലി 3 ഒഴികെ ഇസ്തിഗ്റാഖ് അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞൂടെ? എന്നാല് ഇസ്തിസ്ന വിലയില്ലാണ്ടാക്കിയല്ലോ. ഇവിടെ ഇസ്തിസ്നാക്ക് വില കെട്ടിയല്ലോ. കണ്ടല്ലോ തലാഖില്ലാത്തത്. തലാഖ് സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, ഇസ്തിസ്നാക്ക് നിലവാരം കൊടുത്തില്ലേ? എവിടെ? ആ ഇൻഷാ അല്ലാഹ് പറഞ്ഞിടത്ത് ജുംലക്ക് മയനുണ്ട്, ഇസ്തിഗ്റാഖിന്റെ അടുത്തോ മയനയില്ല. അതുകൊണ്ട് ഇസ്തിഗ്റാഖ് കൊണ്ട് ഇസ്തിസ്ന നശിച്ചു പോകുന്നു. ഇസ്തിസ്ന ചെയ്യാത്ത പോലെയായി. എന്നൽ മുസ്തഗ്രിഖ يمنع انتظام اللفظ بخلاف هذا. نعم അന്ന് വണ്ട് വെച്ചാൽ ഒഴികെന്ന് അന്ന് വണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തലാക്കാവില്ല. നമുക്ക് അറിയുന്നില്ല എന്നല്ലേ ഉള്ളൂ. അനിൽ അബ്ബലിനെ തൊട്ട് മുത്തക്കല്ലിമീങ്ങളുടെ തൈലീലിന് മറുപടി കൊടുത്തു. മുത്തക്കല്ലിമീങ്ങളുടെ തൈലീന് പറഞ്ഞില്ലേ? അങ്ങനെ ഇടങ്ങേറില്ലേ? അത് നോക്കണ്ട പോലും. മുത്തക്കല്ലിമീങ്ങൾ പറഞ്ഞ ഇന്നത്തെ ശരിയല്ല. എന്തേ എന്നാ മസീയത്ത് വൈകാത്ത കദീമത്തെ മസീയത്ത് പണ്ടേ ഉണ്ടെങ്കിലും ഒന്നാനെ മസീയത്ത് ബന്ധപ്പെടല് ആദിസാത്തിനോട് പുതുതായിട്ടല്ലേ ബന്ധപ്പെടല് പണ്ടേ ഒരുക്കി വച്ചെങ്കിലും ഹാദിസാത്തി വതസീറുൽ ഹാദിസു ഇൻദ ഹുദൂസിഹി മുറാദൻ ഫഇൻഷാ അല്ലാഹു തആല താരീഖ് ബിദാലിക തഅല്ലുഖിൽ മുതജദ്ദിദീൻ. അപ്പം പറ്റുമല്ലോ. അപ്പൊ ഒന്ന് കദീമായി ഒന്ന് ഹാദിസായി എന്നടങ്ങാറുണ്ടോ? അതുകൊണ്ട് ആയില്ലത്ത് പറയണ്ട. സുമ്മ വായന ഇൻഷാ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് വായന വായനാക്ക് ഇൻഷാ അല്ലാഹ്. അന്തിത്താലിഖും സലാസൻ ഇൻഷാ അല്ലാഹ്. അന്തിത്താലിഖും സലാസൻ ഇൻഷാ അല്ലാഹ്. അവിടെ എങ്ങനെയാ തഫ്സീർ വെക്കേണ്ടത്? ഇൻഷാ തലാഖി സലാസൻ. അള്ളാഹ് വേണ്ടത് വച്ചെങ്കിൽ നിന്റെ തലാഖ് 3 വേണ്ടത് എന്ന് വേണ്ടത് വച്ചെങ്കിൽ അല്ലേ? ഇൻസിറാഫിൽ ജുംലത്തിൽ മദ്കൂർ ജുംലത്തിൽ മദ്കൂരി. അപ്പൊ എന്താ അവിടത്തേക്കാ ബന്ധം? അന്തിത്താലിഖും സലാസൻ ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ വേന വെക്കണ്ടി. അന്തിത്താലിഖും സലാസൻ ഇൻഷാ അല്ലാഹ്. എത്ര വെക്കണ്ടി? അന്തിത്താലിഖുൻ സലാസൻ ഇൻഷാ അല്ലാഹ്. ഐ ഇൻഷാ അല്ലാഹു തലാഖി സലാസൻ. ബന്ധം ബന്ധം എന്നാവോ? തലാഖ് ഉദ്ദേശിച്ചോ അറിയാവോ? അത് 3 മതി. 2ലേക്ക് വരൂലേ? ബന്ധം തലാഖ് ഉദ്ദേശിച്ചാലും പോരാല. അന്തിത്താലിഖുൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാലോ നിന്റെ തലാഖിനെ അല്ലദീ അല്ലഖ്തുഹു ലാ മുത്ലഖൻ. മുത്ലഖനല്ല. 2 സ്ഥലത്തും
മുത്തലാഖനല്ല പറയുന്നത്. ആദ്യത്തെ കൈതോടുകൂടി. ഇവിടെ എന്ന് പറഞ്ഞാൽ തലാഖി അല്ലതി അല്ലഖ്തു, ഞാൻ ഏതിനോടാണോ ബന്ധിപ്പിച്ചത് ആ തലാഖ്. ഫഹീനഇദിൻ ലാ യരിദു ബഅദ അഹദി ഹാദൈനി തഅലീഖൈനി. തഅലീഖ് 3 തലാഖ് ബന്ധിപ്പിച്ചത്, അതുപോലെ അള്ളാഹുവിന്റെ മശീയത്തിനോട് ബന്ധിപ്പിച്ചത്. വയ്യാൻ പറഞ്ഞ എന്ത് എന്ന് പറഞ്ഞാൽ തലഖ്തുക്കി എന്ന് പറഞ്ഞു. എന്താ 3 ഗതി അല്ലെങ്കിൽ തിലാഖാക്കി. എന്നാല് അടുത്ത അകലം നേരവും ഫഹീനഇദിൻ മാലൗ ഖാല ബഅദ അഹദി ഹാദൈനി തഅലീഖൈനി. തഅലീഖു ത്വലാഖി മിത്ൽ തഅലീഖു ത്വലാഖി തലാഖ്. 3 തലാഖിനെ ബന്ധിപ്പിച്ച ശേഷം അല്ലെങ്കിൽ ഒരു തലാഖിനെ അള്ളാഹിന്റെ വശീയത്തിനോട് ബന്ധിപ്പിച്ച ശേഷം അതെന്ത് പറഞ്ഞു? തലഖ്തുക്കി എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. എന്നാൽ അന്നേരത്തായാലും തലഖ്തുക്കി എന്ന് പ്രത്യേകം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ ശേഷം തലഖ്തുക്കി എന്ന പദം കൂട്ടിച്ചേർത്ത് പോയി. അന്നേരം ഒന്നാമത്തേല് 3 എന്ന് കരുതി. ഒന്നാമത്തേല് എവിടെ 3 കരുതി. പിന്നെ അതെ അവിടെ അതീകല്ലോ. പിന്നെ മറ്റെടുത്തോ തലാഖല്ലതി അല്ലഖ്തു. നദറൻ എന്ന് പറഞ്ഞത് അടുത്തേക്കാ എഴുതൂലേക്ക്. എങ്ങനെയാണ് ആക്ഷേപം കൊണ്ടുവരിക? പറഞ്ഞത് മുനജ്ജസും അല്ലക്കും മശിയത്തി, മശിയത്ത് കൊണ്ട് സംഭവിക്കുന്നതിന് കാരണം പറഞ്ഞത് ഇന്നഹു ബി തലാഖിഹി ലഹാ ഉലിമ മശിയത്തുല്ലാഹി ലി തലാഖിഹാ. അല്ലാഹു വേണ്ടുക വെച്ചിട്ടുണ്ട് എന്ന പരാതി ഇവിടെ പറയാൻ പറ്റൂല. എന്താ ആ പരാതി എന്താ പറയാൻ പറ്റാത്ത? പരാതി പറയണ്ട എന്ന് പറഞ്ഞത് അത്തലാഖുൽ മുഅല്ലഖ് അലൈഹി ഇവിടെ ഉണ്ടായ ഇല്ല. പിന്നെ എങ്ങനെയാ മുഅല്ലഖ് അലൈഹി ഉണ്ടായാലല്ലേ ഇതെല്ലാം പറയാൻ പറ്റുള്ളൂ. മാമാ ഫിസാനി ഇല്ലമേശയില്ല. നഫി കൊണ്ട് ബന്ധിപ്പിച്ചെടുത്തോ ഇതെല്ലാം ഇൻഷാ അല്ലാഹ്. നഫി കൊണ്ട് ബന്ധിപ്പിച്ചാൽ എന്താ? നഫി കൊണ്ട് ബന്ധിപ്പിക്കുന്നിടത്ത് എന്താ തലാഖാവാത്തത്? ഫലിസ്തിഹാനത്തിൽ വുഖൂഇ തലാഖ് സംഭവിക്കൽ ബുദ്ധിമുട്ടാണ്. അല്ലാഹ് വേണ്ടി വെക്കാതെടുത്തു. വഹാദാ യുനാസിബുൽ അഫല. ഇത് ഒന്നാം തഅലീഖിനോട് ഒക്കുന്നുണ്ട്. മുതകല്ലിമീങ്ങൾ പറഞ്ഞ ഇല്ലത്തിനോട്. കൂടാതെ വലിയ അദമൽ മശിയത്തി ഗൈറു മഅലൂം. മശിയത്ത് ഇല്ല എന്നുള്ളത് അല്ലാഹ് പറഞ്ഞിട്ട് വേണം നമ്മൾ അറിയാൻ. അത് നമുക്ക് സാധിക്കുന്നില്ല. ഇത് ഇല്ലത്ത് ആരോടൊക്കുന്നുണ്ട്? മുതകല്ലിമ പറഞ്ഞു അള്ളയായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അതല്ലേ കാരണം പറഞ്ഞു. അള്ളാഹുവിന്റെ ഉള്ളുകളി നമുക്ക് അറിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് തീരുമാനം എടുക്കാൻ കഴിയില്ല. കാലം ഉക്കോയില്ലാണ്ടിരിക്കുമ്പോ തഹഖഖ് മശിയ അള്ളാഹ് വേണ്ടി വെച്ചിട്ടില്ല എന്നല്ലേ അടുത്ത്. അല്ലത് ഹുവശർത്തു അല്ലാസിമു മിൻ തഹഖഖിഹി ഉഖൂൽ തലാഖി മിൻ തഹഖഖിഹി ഉഖൂൽ തലാഖി. അള്ളാഹ് വേണ്ടി വെച്ചിട്ടില്ലെങ്കിൽ തലാഖ് ഉണ്ട് എന്നല്ലേ. അവിടെ ഒന്നുമല്ല. തലാഖില്ല എന്ന് പറയുമ്പോൾ അള്ളാഹ് വേണ്ടി വെച്ചിട്ടില്ല എന്നായി. വേണ്ടി വെച്ചിട്ടില്ലെങ്കിൽ തലാഖ് ഉണ്ട് എന്നല്ലേ. തലാഖായില്ലേ? എന്നാക്കും ലൗ വഖഅ ലന്തഫതി സിഫത്തു. എന്താണ് സിഫത്ത്? മുഅല്ലഖ് ബിഹിയ സിഫത്തില്ലാണ്ടായി, അതുപോലെ മശിയത്തില്ലാണ്ടായി. തലാഖാവുമ്പോ ഇതിലായക്കവില്ല മശിയത്തില്ല.
തലാഖ് ഉണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് മശിയത്ത് ഉണ്ട് അല്ലേ? മശിയത്തില്ലാണ്ടിരിക്കുമ്പോൾ എന്താ ഫിൽമാലി തലാഖില്ല വൈലാഹു അതൊന്ന് ബയാനാക്കി തലാഖായി എന്ന് വെച്ചോ. അന്നേരം അള്ളാഹിന്റെ മശിയത്തോടു കൂടിയാണോ അല്ല അള്ളാഹ് ഉദ്ദേശിക്കാണ്ടാണോ? ഉണ്ട് നോക്ക്, മശിയത്തോടു കൂടി അല്ലേ? അള്ളാഹ് വേണ്ടുക വെച്ചാൽ എന്ന് പറയുമ്പോൾ എന്താ ഫാദം മശിയത്തി വേണ്ടുക വെച്ചിട്ടില്ല എന്നുള്ളത് പോയില്ലേ? വേണ്ടുക വെച്ചിട്ടില്ലെങ്കിൽ എന്നല്ലേ അമ്മ പറഞ്ഞത്. ഇപ്പൊ ഫലായക്കാവും വേണ്ടുക വെക്കാണ്ടിരിക്കണ്ടേ? ഇവിടെ വേണ്ടുക വെച്ചല്ലോ. ഇന്തിഫായി മുഅല്ലഖി അലി അദമുൽ മശിയത്ത് ഫലസിമ മിൻ വുഖൂഇഹി അദമു വുഖൂഇ ഫലസിമ മിൻ വുഖൂഇഹി അദമു വുഖൂഇ ലിമാ ബൈന ശർത്തി വൽ ജസാഇ മിന തലാഖി. അതുകൊണ്ട് ഈ തരത്തൊന്നും ഉണ്ടാവില്ല എന്നാ ഇപ്പം പറയുന്നത്. അവിടെ എന്താ പറഞ്ഞത്? അന്നഹു ലൗ വകാല കാന ബിൽ മശിയത്തി. സംഭവിച്ചെങ്കിൽ എന്ത് വേണം? വലൗ ശാ അല്ലാഹു ഖുവഹു ലന്തഫ അദമുൽ മശിയ. ഉണ്ടെങ്കിൽ പിന്നെ അദമുൽ മശിയ ഇല്ലല്ലോ. ഫലായക്കാവും മല്ലക്കാരി ഇല്ലല്ല. മല്ലക്കാരി അദമുൽ മശിയല്ലേ? ഫലസിമ ലാസിമായി പോകുന്നു. മിൻ വുഖൂഇഹി തലാഖ് സംഭവിച്ചു എന്ന് പറയുന്നതിനാൽ അദമു വുഖൂഇഹി എന്ത് വുഖൂഇല്ല ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ വുഖൂഇല്ല എന്ന് പറയുന്നു. ലിമാ ബൈന ശർത്തി വൽ ജസാഇ ശർത്തിന്റെയും ജസാഇന്റെ ഇടയിൽ പൊരുത്തക്കേടുണ്ട്. ഇത് തലാഖ് ഉണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹ് വേണ്ടി വെക്കാണ്ട് തലാഖാവും. അപ്പോൾ മശിയത്ത് ഉണ്ട് എന്നാണ്. മശിയത്ത് ഇല്ലാതിരിക്കേണ്ട തലാഖാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇല്ലം യശയില്ലാഹു പറഞ്ഞിടത്ത് ഉണ്ടാകാത്തത്. തലാഖ് ആ ഭാഗത്ത്